ബി.ജെ.പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവനെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് കൃഷ്ണകുമാർ വിരുദ്ധ വിഭാഗത്തിലെ നഗരസഭാ കൌൺസിലർമാർ ഇന്ന് പാർട്ടിക്ക് രാജിക്കത്ത് നൽകും. 11 പേർ സംസ്ഥാന നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിക്കും. പാർട്ടി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രശാന്ത് ശിവനെ പ്രസിഡന്റാക്കുന്നത് എന്നാരോപിച്ചാണ് പ്രതിഷേധം. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, പാലക്കാട് ബി.ജെ.പിയിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണല്ലോ. അതിന് ഇന്ന് 10 മണിക്കാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രഖ്യാപിക്കുക. പ്രഖ്യാപനം വന്നാൽ ഉടൻ തന്നെ അതിൽ ബി.ജെ.പി കൗൺസിലർമാർ രാജിവെക്കുമെന്നുള്ളതാണ്. പാർട്ടിക്ക് രാജിക്കത്ത് കൊടുക്കും. നേരത്തെ 6 പേരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഇന്നലെ പിന്നീട് അത് 9ആയി. ഇപ്പോൾ 11 പേർ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇവർ പറയുന്നത് പ്രശാന്ത് ശിവന് മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റായി തീരുമാനിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 45 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളെ വേണം ജില്ലാ പ്രസിഡന്റായി പരിഗണിക്കാൻ. മറ്റൊന്ന് 6 വർഷം ജില്ലാതലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയം വേണം. ഇത് രണ്ടും പ്രശാന്ത് ശിവന് ഇല്ല എന്നുള്ളതാണ് ഇതിനെ എതിർക്കുന്ന ആളുകളുടെ വാദം. പക്ഷേ മറുവശം പറയുന്നത്, കൃഷ്ണകുമാർ അനുകൂലികൾ പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റായ പ്രശാന്ത് ശിവനെ, നഗരത്തിൽ തന്നെയുള്ള നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രശാന്ത് ശിവനെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട് മാത്രമല്ല, കോഴിക്കോട് നോർത്തിലും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം തന്നെ യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ ഭരണഘടനാ പ്രകാരം 18 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ഏത് ചുമതലയും വഹിക്കുന്നതിന് തടസ്സമില്ല. മറ്റേതെല്ലാം പറഞ്ഞിരുന്നത് ഒരു പൊതുവായ ഒരു സമവായം എന്ന നിലയ്ക്ക് മാത്രമാണ് ആ പ്രായപരിധി എല്ലാം പറഞ്ഞിരുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. 45 വയസ്സിൽ താഴെയുള്ള ആളുകളും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ മാറ്റമില്ല. ആ തീരുമാനമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ എതിർഭാഗം കടുത്ത പ്രതിഷേധം തന്നെയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ ചില നേതാക്കളെ വെട്ടിമാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രശാന്ത് ശിവനെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ആരോപണം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 10 മണിക്കാണ് പ്രശാന്ത് ശിവനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുക. അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ വളരെ നിർണായകമായിരിക്കും. ബി ജെ പി പ്രസാദ്, ഈ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അയവിനുള്ള സാധ്യതയുണ്ടോ? നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത്? കാരണം ഈ 9 പേരാണ് രാജിക്കത്ത് നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പി ഭരണത്തിന് തന്നെ അന്ത്യമാകും എന്നൊക്കെയുള്ള തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഇതിൽ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത്, ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്നലെ സമാന്തര യോഗം നടന്നിട്ട് പോലും ബി.ജെ.പി സംസ്ഥാന നേതൃത്വം ഒരു അനുനയത്തിന് ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടെയും, അതായത് ഈ കലാപം ഉയർത്തി നിൽക്കുന്ന ആളുകളെയും അതിൽ അവർ പറയുന്നത് അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. ഒരു തരത്തിലുള്ള അനുനയ നീക്കവും ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭരണം പോകണമെങ്കിൽ ഇനി ചെയർപേഴ്സൺ ഉൾപ്പെടെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് UDF-ഉം LDF-ഉം ഒരുമിച്ചാൽ മാത്രമേ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകുകയുള്ളൂ. ഇപ്പോൾ 11 പേർ രാജിവെച്ചാൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ളത് ബി.ജെ.പി തന്നെയാണ്. മറിച്ച് അവിടെ അങ്ങനെ LDF വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ UDF-ന് പിന്തുണ കൊടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ബി.ജെ.പിക്ക് അവിടെ ഭരണനഷ്ടം ഉണ്ടാകുന്നില്ല. അവർ ഒരുമിച്ചാൽ മാത്രമേ അങ്ങനെയൊന്നും സംഭവിക്കുകയുള്ളൂ. എന്തായാലും ഇതെല്ലാം രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം സജീവമായി നടക്കുന്നുണ്ട്. ഇവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. മറുവിഭാഗവും അതുപോലെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തൽക്കാലം ഒരു പാർട്ടിയിലേക്കും ഇല്ല എന്നൊരു നിലപാടാണ് ഭൂരിഭാഗം ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ 10 മണിക്കാണ് പ്രഖ്യാപനത്തിന് ശേഷം കടുത്ത തീരുമാനത്തിലേക്ക് പോകും. അതായത് പാർട്ടി നേതൃത്വത്തിന് കത്ത് കൊടുത്താൽ രാജിയാവുന്നില്ല. ഈ സെക്രട്ടറിക്ക് തന്നെ, നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നേരിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർ രാജിവെക്കുന്നത്. അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമോ എന്നുള്ളതാണ്. തൽക്കാലം പാർട്ടിക്ക് കത്ത് കൊടുത്തുകൊണ്ട് ഒരു 2 ദിവസം കൂടി കാത്തിരിക്കാം എന്നൊരു നിലപാട് സ്വീകരിക്കുമോ, അതല്ല പ്രഖ്യാപിച്ചതിന് ശേഷം ഉടൻ തന്നെ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് ഇവരെല്ലാം തന്നെ രാജിവെക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ കലാപമായി അത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യമായാണ് ബി.ജെ.പി അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓരോ ജില്ലകളിലും 2
തരത്തിലേക്ക് 2 ജില്ലാ കമ്മിറ്റികൾ, ചില സ്ഥലങ്ങളിൽ 3 ജില്ലാ കമ്മിറ്റികളുണ്ട്. പാലക്കാട് ഈസ്റ്റും പാലക്കാട് വെസ്റ്റുമാണ് 2 ജില്ലാ കമ്മിറ്റികളായി വരുന്നത്. അതിൽ പാലക്കാട് ഈസ്റ്റിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. വെസ്റ്റിലും പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഈ തരത്തിലേക്ക് കൗൺസിലർമാരുടെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമെടുത്തവർ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും പാലക്കാട് BJP കടുത്ത പ്രതിസന്ധിയിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ പറയുന്നത് പോലെ പ്രശാന്ത് ശിവനെ ജില്ലാ പ്രസിഡന്റ് ആക്കാനുള്ള തീരുമാനമാണ് ഈ പ്രതിസന്ധി ഇത്തരത്തിൽ തുടങ്ങിവെച്ചത്. എന്തായാലും 10 മണിയോടെ പ്രഖ്യാപനം നടന്നാൽ ഉടനെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് നിലപാട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന്.